الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നശ്വരമായ ഈ ദുനിയാവിലേക്ക് പരീക്ഷണാർത്ഥം നമ്മെ പറഞ്ഞയച്ച സർവശക്തന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി മുത്തഖിയായി അതോടൊപ്പം മുവഹ്ഹിദായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിച്ച് സ്വർഗം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവ സമൂഹത്തിന് സമാരംഭം കുറിക്കുന്നത് കുടുംബത്തിലൂടെയാണ്. വ്യക്തികൾ കൂടിച്ചേരുമ്പോൾ അതൊരു കുടുംബമായി മാറുകയും കുടുംബങ്ങൾ ഒത്തുകൂടുമ്പോൾ
അതൊരു സമൂഹമായി മാറുന്നു എന്നതാണ് സത്യം. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കാത്ത ഒരാളും മനുഷ്യരുടെ കൂട്ടത്തിലില്ല. ശാന്തിയും സമാധാനവും പൂർണ്ണമായ ഒരു കുടുംബത്തിനെ, ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം കുടുംബത്തിൽ ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഒരു സമൂഹത്തിനും രാഷ്ട്രത്തിനും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകാൻ കഴിയാം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മറ്റുള്ള ഭൗതിക സൗകര്യങ്ങൾക്ക് മുമ്പേ, സൗഭാഗ്യങ്ങൾക്ക് മുമ്പേ അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത് ഒരു ഇണയെയാണ്, ഒരു തുണയെയാണ്, ഒരു കുടുംബത്തെയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ഭൂലോകത്ത് ജീവിക്കണമെങ്കിൽ അനിവാര്യമായ ഒന്ന് അവന്റെ കുടുംബമാണ്. സർവലോക സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചത് ഇണയായിട്ടാണ്, തുണയായിട്ടാണ്. നിങ്ങളെ ഇണകളായി നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇണയായി, തുണയായി, പരസ്പരം ആശ്വാസമായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണമായി ജീവിക്കേണ്ട ആളുകൾ. ഈ ലോകത്തുള്ള സകല വസ്തുക്കളും ജോഡിയായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ജോഡിയില്ലാത്ത, ഇണയില്ലാത്ത, തുണയില്ലാത്ത ഒന്നും ഈ ദുനിയാവിലില്ല, റബ്ബൊഴികെ. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് സൂറത്തു യാസീന്റെ ആയത്താണ്. 36-ാം അധ്യായത്തിൽ അല്ലാഹു പറയാം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ ഇണകളെയും സൃഷ്ടിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്. മിമ്മാ തുംബിതുൽ അർദ്, ഭൂമി ഉൽപ്പാദിക്കുന്നത് മുഴുവൻ ഇണയായിട്ടാണ്, തുണയായിട്ടാണ്, ജോഡിയായിട്ടാണ്. വൃക്ഷങ്ങളിലുണ്ട്, മരങ്ങളിലുണ്ട്, ആണും പെണ്ണും, തുണയും ജോഡിയും ഉണ്ട് എന്ന് നമുക്കറിയാം. ചില മരം കായ്ക്കുള്ളത് ആണെന്ന് പറയും. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഴുവൻ ജോഡികളുണ്ട്, ഇണകളുണ്ട്, തുണകളുണ്ട്. വമിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിലും ജോഡികളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ജോഡികളാണ്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത സകല വസ്തുക്കളും ജോഡിയാണ്, ഇണയാണ്, തുണയാണ്. ഈ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് നെഗറ്റീവും പോസിറ്റീവും കൂടി കൂടിച്ചേർന്നാലാണ് ഏത് യന്ത്രവും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഒന്ന് മാത്രം പോരാ, ന്യൂട്രൽ പോരാ, നെഗറ്റീവും അതുപോലെ തന്നെ മറ്റുള്ളതും സംഗമിക്കുമ്പോഴാണ് ലൈറ്റ് ആയാലും ഫാനായാലും വൈദ്യുതി ഉപകരണങ്ങളായാലും അത് പ്രവർത്തിക്കാൻ കഴിയുക. മനുഷ്യന്റെ ശരീരത്തിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. XY ക്രോമസോമുകൾ ജോഡിയാണ്, ഇണയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള X ക്രോമസോമുകളും Xും കൂടിച്ചേരുകയാണെങ്കിൽ ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ബീജസങ്കലനം നടക്കുമ്പോൾ Xും Yയുമാണ് കൂടിച്ചേരുന്നെങ്കിൽ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണ്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തതിൽ മുഴുവൻ ജോഡിയുണ്ട്, ഇണയുണ്ട് എന്ന് സൃഷ്ടാവ് നമ്മെ ഉണർത്തുകയാണ്.
നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നല്ല കുടുംബത്തിന്റെ സംസ്ഥാപനത്തിലൂടെ സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു നിശ്ചയിച്ചതാണ് വിവാഹം. ശാന്തിയോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അല്ലാഹു ഹലാലാക്കിയ, അല്ലാഹു അനുവദിച്ച പവിത്രമായ ഒരു മാർഗമാണ് വിവാഹം എന്നുള്ളത്. ആ വിവാഹത്തിന് സ്ഥാനമുണ്ട്, പവിത്രതയുണ്ട്, പുണ്യകർമ്മമുണ്ട്. വികാരശമനത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ പ്രാപിക്കൽ പോലും ഒരു പുണ്യകർമ്മമായി പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വീട്ടിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും രാഷ്ട്രത്തിലായാലും കിട്ടണമെങ്കിൽ കുടുംബത്തിന്റെ അടിത്തറയിലൂടെയാണ് അത് ലഭിക്കുക. അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിച്ചു എന്നത് അല്ലാഹുവിന്റെ മഹത്തായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. എന്തിനാണ് കുടുംബം? എന്തിനാണ് കുടുംബം? കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് പല ലക്ഷ്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഖുർആൻ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, ശാന്തി കിട്ടാൻ, സമാധാനം കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ. ഇന്ന് കല്യാണം കഴിച്ച ആളുകൾക്കൊക്കെ സമാധാനം ഉണ്ടോ? കല്യാണം കഴിക്കുന്നതിന്റെ മുന്നുള്ള സമാധാനം കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ആളുകൾക്ക് ഉണ്ടോ? നമ്മളെ ലക്ഷ്യത്തിൽ നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയ? പെണ്ണുങ്ങളും പെരേക്ക് പോകുമ്പോഴാണ്. ഇത് പറയുന്ന നിങ്ങൾ ആലോചിക്കണം. ഇതേ രൂപത്തിൽ ശാന്തിയുടെ കേന്ദ്രമായി മാറേണ്ട നമ്മുടെ കുടുംബം അശാന്തിയുടെയും അതുപോലെ തന്നെ അസംതൃപ്തിയുടെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും ഒരു കാലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് നൽകിയിട്ടുള്ള ലൈംഗിക വികാരം ഹലാലായ മാർഗത്തിലൂടെ നിശ്ചയിച്ചുകൊണ്ട് വരുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുവാൻ അല്ലാഹു നിശ്ചയിച്ച സംവിധാനം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനസമൂഹം കാലാകാലവും ഈ ലോകത്ത് ഉണ്ടാകണം എന്നതാണ് മാനവ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കാനാണ്. കാലാകാലങ്ങളിലും റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനോട് മാത്രം സങ്കടം പറയുന്ന, റബ്ബിന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാകണം എന്നതാണ് നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് റബ്ബ് നിശ്ചയിച്ച ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗമാണ് വിവാഹം. 3 നിലക്ക് തന്റെ വികാരത്തോടെ സമീപിക്കാറുണ്ട്. ലൈംഗിക വികാരത്തെ കയറൂരി വിടുക. ഹലാലെന്നോ ഹറാമെന്നോ അന്യനെന്നോ ഒന്നും നോക്കാതെ മൃഗീയമായിട്ടുള്ള വികാര തീഷ്ണത ഉപയോഗിക്കുന്നത് കാണാം. രണ്ടാമത്തെ വശം ലൈംഗിക വികാരത്തെ അടിച്ചമർത്തി സന്യാസികളെ പോലെ, കന്യാസ്ത്രീകളെ പോലെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാം. വാർത്താ മീഡിയകൾ ഈ കഴിഞ്ഞുപോയ ആഴ്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിൽ PG വിദ്യാർത്ഥിക്ക് നേരെ, ഒരു വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടായ പീഡനവും കൊലപാതകങ്ങളും ചർച്ച ചെയ്യുകയും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മീഡിയയുമായി ബന്ധമുള്ള ആളുകൾക്കറിയാം. നാഷണൽ ഡെസ്ക് ഫോഴ്സ് പരമോന്നത നീതി പീഠം നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ജസ്റ്റിസ്
ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് 2019 സമർപ്പിച്ചെങ്കിലും കൊൽക്കത്തയിൽ നടന്ന ഈ കൊലപാതകത്തോടനുബന്ധിച്ച് ചർച്ച ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും ഇല്ലാതാക്കാനുള്ള മാർഗത്തെ കുറിച്ചാണ് ആ ചർച്ചയുടെ രത്ന ചുരുക്കം. റെസ്റ്റ് റൂമുകൾ, വിശ്രമ സ്ഥലങ്ങൾ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റെസ്റ്റ് സ്ഥലങ്ങൾ വിദൂരമായിരിക്കണം, അടുത്തുണ്ടാകാൻ പാടില്ല. രാത്രിയിലെ യാത്രയ്ക്ക് സുരക്ഷിതത്വം വേണം. അതുപോലെ തന്നെ ഇടകലരുന്നത് പരമാവധി ഒഴിവാക്കണം. നിയമപാലകരുടെ സംരക്ഷണം വേണം. ഇതാണ് ഇതിലെ ആകത്തുക. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിനപ്പുറം എന്തുണ്ട് ഈ സമൂഹത്തിനോട് പറയാൻ? ഹജ്ജ് യാത്ര പോലും, ഉംറ യാത്ര പോലും മഹ്റം കൂടെ ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച പ്രവാചകൻ. ഹജ്ജ് തീർത്ഥാടന യാത്ര പോലും മഹ്റം ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സ്ത്രീ പുരുഷനുമായി ഒരിക്കലും തനിച്ചാകാൻ പാടില്ല. മൂന്നാമത് വരുന്നത് ശൈത്താനാണ്, പിശാചാണ്. വേണ്ടാത്ത ചിന്തയിലേക്ക് വരും. പ്രൊട്ടക്ഷൻ നൽകേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്ഥാപനത്തിലെ ആളുകളെ ക്രൂരമായി വികാര ശമനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ആ ഉപയോഗത്തിന് ശേഷം ജീവിക്കാൻ പോലും അനുവദിക്കാത്ത, ഒരു മൃഗം പോലും ചെയ്യാത്ത നിഷ്ഠൂരമായിട്ടുള്ള കാട്ടാള സ്വഭാവം ആലോചിക്കണങ്ങള്. ഹലാലായി വികാര ശമനത്തിനുള്ള മാർഗം ഉണ്ടാവുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ യഥാർത്ഥ ബുദ്ധിയുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ചില ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ മിമ്പുറെന്ന് പറയണം, പത്രം വായിച്ചാൽ കിട്ടൂലേ? ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളോട് പ്രവാചകന്റെ നിർദ്ദേശം എന്താണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് ബോധമുള്ള ഖത്തീമാർ ചെയ്യേണ്ടത്. മറ്റൊരു ഒന്നുകൊണ്ട് ഷർത്തും തലതളവിന്റെ സുന്നത്തും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ആധുനിക വാർത്താ മീഡിയകൾ ചർച്ച ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ത് പറയുന്നു എന്ന് പറയാൻ നമ്മളല്ലാതെ സഹോദരങ്ങളെ മറ്റാരുണ്ട്? നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചിട്ടില്ല. 18 ആകട്ടെ, 21 ആകട്ടെ, 25 ആകട്ടെ, 30 ആകട്ടെ, നിർദ്ദേശമില്ല. തന്റെ ഇടവും പക്വതയും പാകതയുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിവാഹ പ്രായമെത്തിയ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ശാരീരികമായി സാമ്പത്തികമായി ഒരു പെണ്ണിനെ പോറ്റാൻ നട്ടലുള്ള ആണുങ്ങൾക്ക് കല്യാണം ചെയ്തു കൊടുക്കാം. പോറ്റാൻ കഴിയണം, ശാരീരികമായി കഴിയണം, സാമ്പത്തികമായി കഴിയണം. അതിന് കഴിയുന്ന പ്രായം അത് 18, 21, 25 എന്നാണ് അന്ന് കഴിയില്ലെങ്കിൽ നോമ്പെടുക്കാനാ പറഞ്ഞത്. നിങ്ങൾക്കൊരു പെണ്ണിനെ പോറ്റാൻ ഒരു പെണ്ണിനെ പോറ്റാൻ കഴിവുള്ള ആണുങ്ങളെ, യുവാക്കളെ കല്യാണം കഴിയില്ലെങ്കിൽ നോമ്പെടുക്കുന്ന അലൈക്കും ബിസ്സൗം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ആകാശത്ത് പാറി നടക്കുന്ന പറവകൾ കല്യാണം കഴിച്ചിട്ട, കല്യാണത്തിന്റെ ആവശ്യമില്ല. കൊഹാബിറ്റേഷൻ എന്ന ഓമന പേരിൽ നമ്മുടെ യുവ സമൂഹം ന്യൂ ജനറേഷൻ വിളിക്കുക. ആരുമായി ബാധ്യതയില്ല, ബന്ധമില്ല, ഉത്തരവാദിത്തമില്ല. തന്റെ വികാര ശമനത്തിന് ആരുമായി എപ്പോഴും ബന്ധപ്പെടാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്.
ഒരാളും കുത്തുപാൽ എടുക്കേണ്ടി വരില്ല. ഇസ്ലാമിലെ വിവാഹത്തിന്റെ പേരിൽ ഒരാളും കടക്കണിയിൽപ്പെടില്ല. കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ഉപ്പ കടക്കണിയിലേക്ക് പോവില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുവെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വലിയ വേണം, നിർബന്ധ. 18 വയസ്സായ ഒരു പെൺകുട്ടി അവനവന് ഇഷ്ടമുള്ള ഒരുത്തരുമായി ഇറങ്ങിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകണം, അവരുടെ ഇംഗീതത്തിനനുസരിച്ച് അനുവദിക്കണമെന്ന് നിയമമുള്ളൊരു നാടാണ്. പക്ഷേ വളർന്നു വരുന്ന സമൂഹം മനസ്സിലാക്കണം, ലാ യസിഹു നിക്കാഹ ഇല്ലാ ബിവലിയ്യിൻ, ലാ യസിഹു നിക്കാഹ ഇല്ലാ ബിവലിയ്യിൻ. ഉത്തരവാദിത്തപ്പെട്ട പെൺകുട്ടിയുടെ വലിയില്ലാതെ കല്യാണം ശരിയാവില്ല. എത്ര കൊല്ലം ജീവിച്ചാലും രജിസ്റ്റർ വിവാഹവും സാക്ഷ്യപത്രവും പഞ്ചായത്തിൽ നിന്നുള്ള രേഖയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി അതിന് യാതൊരു വിലയില്ല. കുടുംബത്തിന്റെ അനുവാദത്തോടുകൂടി, കുടുംബത്തിന്റെ ആശീർവാദത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നടക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ ഇത് മനസ്സിലാക്കുന്നില്ല. അതുവരെ വളർത്തിയുണ്ടാക്കിയ ഉപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തി വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാളുമായി നാട് വിടുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം, ലാ യസിഹു നിക്കാഹു ഇല്ലാ ബിവലിയ്യിൻ. വലിയില്ലാതെ നിക്കാഹ് ശരിയാവില്ല എന്നാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധമായി പറയേണ്ടത്, കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരു ഉപ്പാക്കും ഒരു വലിയനും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കന്യകയാണെങ്കിൽ നിങ്ങൾ അവളോട് സമ്മതം ചോദിച്ചാൽ മൗനമാണ് അവളുടെ സമ്മതം എന്നാണ്. ഒരു വിധവയാണെങ്കിൽ, ഒരു തവണ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവൾ നാവ് കൊണ്ട് പറയണം ഇഷ്ടാണ് അല്ലെങ്കിൽ ഇഷ്ടല്ല. ഇത് പറയാതെ ഒരുത്തനും ഒരുത്തിയെ കല്യാണം കഴിക്കാനുള്ള അനുവാദവും ഇല്ല എന്നുകൂടി ചേർത്തി പറയാറുണ്ട്. അമ്മൂമ്മന്മാരുടെയും രക്ഷിതാക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇസ്ലാമിന് കല്യാണമല്ല. പിന്നെ സ്ത്രീധനല്ല, അറയില്ല, പറയില്ല, കാറില്ല, എസ്റ്റേറ്റ് ഇല്ല, തോട്ടമില്ല, ഒന്നുമില്ല. പെൺകുട്ടി ചോദിക്കണം, മഹർ കൊടുക്കണം. പെൺകുട്ടി ചോദിക്കുന്ന മഹർ കൊടുക്കണം. മഹർ നിശ്ചയിക്കുന്ന സദസ്സിൽ പോലും പെൺകുട്ടികളുടെ ഇഷ്ടം ചോദിക്കാത്ത ഒരു സമൂഹം. ആലോചിക്കാൻ അറിയില്ല, കുട്ടിക്ക് അറിയില്ല എന്താണ് പെൺകുട്ടി ചോദിക്കാൻ കൊടുക്കണതാ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ 5-6 കൊല്ലം വർക്ക് ചെയ്ത് നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറയുമ്പോ മഹർ ഉണ്ടാക്കാനുള്ള കാശൊക്കെ ആയോ എന്ന് ചോദിക്കുക. ഇവിടെ ലക്ഷങ്ങളും അറയും പറയും പൊന്നും പണ്ടവും ജോലിയും കാത്തുകൊണ്ട് കല്യാണത്തിന് ഇറങ്ങുമ്പോൾ ഇസ്ലാമിന് പുറത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് ഖൈറുൻ നിക്കാഹി ഐസറുന, ഏറ്റവും നല്ല കല്യാണം, ഏറ്റവും ലളിതമായ കല്യാണമാണ്. 2 സാക്ഷി മതി. ഇന്ന് എത്ര ദിവസ കല്യാണം? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 7 ആണോ? ആഡംബരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധൂർത്തിന്റെയും ഒരു വേളയായി നമ്മുടെ വിവാഹങ്ങൾ മാറിയില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരു സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ അടുത്തേക്ക് വരിക. എന്താന്നൊരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടല്ലോ. പ്രവാചകൻ, എന്റെ കല്യാണം കഴിഞ്ഞു. പ്രവാചകൻ പോലും അറിയാത്ത കല്യാണങ്ങൾ സഹാബത്തിനിടയിൽ വളരെ ലളിതമായി. റസൂൽ പറഞ്ഞു, ഔലിം ബിശാത്ത്, ഒരാടിനെങ്കിലും വലിമത്ത് കൊടുക്കുക. ഒരാടിനെ നമ്മൾ കോഴി നടക്കണില്ല. നമ്മളെ നാട്ടില് കോഴികളെ അറക്കണമായില്ല, അറബികൾ ആടിനെ. ഒരാടിനെങ്കിലും അറുത്താണ് വലിമത്ത് കൊടുക്കുക. വലിമത്ത് എപ്പോഴാ കൊടുക്കേണ്ടത്? നിങ്ങള് ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാരായി
ജീവിച്ചതിന് ശേഷം കൊടുക്കേണ്ട വിവാഹ സദ്യയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഈ വേളയിലെങ്കിലും നമ്മുടെ ആഡംബരം ഒന്ന് കുറച്ചുകൂടെ ഒരു ദിവസമായി നമ്മൾ ചുരുക്കണം. നമ്മൾ ആലോചിക്കണം, നാടിനനുസരിച്ച് ജനറേഷനനുസരിച്ച് പോരുത്. പെണ്ണിന്റെയും ആണിന്റെയും കുടുംബങ്ങളാണ്. എല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയാൽ ചെലവ് കൊടുക്കല്ലോ. അവിടെ സദ്യ ഇവിടെ സദ്യ, തിന്നാള് രണ്ടൊരു കൂട്ടര് ഇവിടെ തിന്നിട്ട് അവിടെ പോയി തിന്നുക. നമ്മൾ ചിന്തിക്കണം, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ നാടിനനുസരിച്ച് ജീവിക്കുകയായിരുന്ന ചേർന്ന തിന്നണ നാട്ടിൽ പോയാല് നടുക്കണ്ട തിന്നാം. ആരെ പറഞ്ഞു? നമ്മളല്ലേ. നമ്മൾ പറഞ്ഞ ദീലങ്ങല്ല. നമുക്ക് എവിടെയാലും എന്നിട്ടോ എന്താണ് ഈ കാലഘട്ടത്തിലെ വിവാഹരംഗം? എത്ര ഭക്ഷണം അറിയാം. മര്യാദക്ക് പറഞ്ഞു കൊടുക്കുവോ? പോവില്ല. നടന്ന് ഇങ്ങനെ ഒരാളെ വിളിച്ച മര്യാദക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരോട് കാണിക്കേണ്ട ആദരവാ, ബഹുമാന. ന്യൂ സിസ്റ്റം മാറി. 4, 5, 6, 7 തരം. ആലോചിച്ചു, ഒരു പ്ലേറ്റിന് കാറ്റഗറി പിന്നെ ആളുകൾക്ക് 1500 രൂപയിലധികം പ്ലേറ്റിന്റെ ഒരു പ്ലേറ്റിന്. ആലോചിച്ചു നിങ്ങള്, പ്ലേറ്റിന്റെ എണ്ണാണ് അവർ കൊടുക്കുക. എങ്ങോട്ടാ നമ്മൾ പോണത്? എന്നിട്ടോ എന്തെല്ലാം നടക്കും? ഗാനമേളയും സ്റ്റേജ് ഷോയും എന്തെല്ലാം പേക്കൂത്തുകള്. പറയാതിരിക്കാൻ നിർവാഹമില്ല. മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞു പല പേരുകൾ പറയാ. നമ്മൾ മാറണം, നമ്മൾ മാറ്റണം. നാട്ടിലെ ആചാരങ്ങളും ഏട്ടിലെ ആചാരങ്ങളുണ്ട്. ഏടിലെ ആചാരങ്ങൾക്ക് തിരിച്ചു വരണം. നമ്മള് നാട്ടാചാരമല്ല. ഇപ്പൊ ഇവിടെ കണ്ണൂര് ഭാഗത്ത് പെൺകുട്ടിയുടെ കൂടെ വീട്ടിൽ കഴിയാന്നുള്ളത് ദീനിലെ ഒരു നിയമമല്ല, ഇവിടുത്തെ ആചാര, നാട്ടാചാര. അങ്ങനത്തെ പോണമെന്നുണ്ടോ? അല്ലാത്ത പോണ ആൺകുട്ടികളില്ലേ, എനിക്ക് എന്റെ ഒരു പെൺകുട്ടിയെ പോറ്റാൻ എനിക്കാകും എന്ന് പറയുന്ന ഞാൻ നിങ്ങളെ മോശമാക്കാനോ ഇകഴ്ത്താനോ അല്ല. ഇസ്ലാമിനൊരു നിയമം അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് സൂചിപ്പിച്ചത്. നമ്മൾ ആലോചിച്ചത് മാറണം. ഒരു പെണ്ണിന് ഒരു കുടുംബത്തിൽ, ഒരാളിന് ഒരു കുടുംബത്തിൽ സ്ഥാനം ഉണ്ട് എന്ന് പറയാനുള്ള കാര്യം കാര്യങ്ങള് ഇൻഷാ അല്ലാഹ് ഈ വിഷയം വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു കുത്തുകൊണ്ട് അത് ഒതുങ്ങൂല, വടിയ നമുക്കാകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹ വേളയിൽ അണിയുന്ന ഡ്രസ്സ്, അന്നിട്ട ഡ്രസ്സ് പിറ്റേന്ന് പറ്റുമോ? പിന്നെ പറ്റുമോ? പിന്നിടാൻ പറ്റുമോ? 20,000, 50,000, ലക്ഷവും കൊടുത്ത് പളപള മിനുങ്ങുന്ന 4 ആൾ പിടിച്ചണം നിശ്ചയാക്കണമെങ്കിൽ ആയിക്കോട്ടെ. അത് അന്ന് ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ റെന്റിന് വാങ്ങിയ പോലെ, അന്ന് മാത്രം പിന്നട കിടക്കുക. ഇതൊക്കെ ചിന്തിക്കണം നമ്മള്. 50,000, ലക്ഷവും കൊടുത്ത് ദൂർത്തടിക്കുമ്പോഴേ പടച്ച തമ്പുരാന്റെ മുമ്പില് നമ്മൾ മറുപടി പറയേണ്ടി വരും. ആർഭാടങ്ങളും അനാവശ്യങ്ങളും പൊങ്ങച്ചങ്ങളും അനിയന്ത്രിതമായ കൂടിച്ചെലവുകള്, ഡാൻസുകള് എല്ലാവരും ഒന്നിച്ച് കളിച്ച ആണും പെണ്ണും മാറ്റല്ലാതെ കൂടിച്ചേരലുകള്, ഇതെല്ലാം വിവാഹവേളയില് മദ്യം വിളമ്പുന്നു, ലഹരി കൊടുക്കുന്നു, ചങ്കികളെ വിളിച്ച് അല്ലെ, കൂട്ടുകാരെ വിളിച്ച് അവർക്ക് മാത്രം പ്രത്യേകം ഒരു സ്ഥലം കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ളത് വിളമ്പുന്ന സദസ്സുകൾ ഇല്ല എന്ന് പറയാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കും സഹോദരങ്ങളെ? അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങി വരണം. കുലു വശ്റബു, തിന്നോളി കുടിച്ചോളി, തിന്നാൻ കൊടുത്തോളി, ഒരു കുഴപ്പമില്ല. ഹഖീഖത്തുണ്ട്, വലീമത്തുണ്ട്, ഒദിയത്തുണ്ട്, ഒക്കെ കൊടുത്തോളി. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. കുലു വശ്റബു, തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു, ഓവറാകരുത്, പരിധി ലംഘിക്കരുത്. എത്രയോ ഒരു കല്യാണം കഴിഞ്ഞ്, ഒരു സൽക്കാരം കഴിഞ്ഞ്, ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് എത്ര ഭക്ഷണം അവർ പാഴാക്കുന്നത്. ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി വയനാടിന്റെ മക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. ഇന്നലെ വരെ സുഭിക്ഷമായി ജീവിച്ച ആളുകൾ കിടക്കാൻ അവർക്ക് വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ അവർക്ക് വസ്ത്രമില്ല, ഒന്നുമില്ല, 0.
സഹോദരങ്ങളെ, ഈ ഗതി നമുക്കും വരില്ലെന്ന് പറയാൻ കഴിയോ? കുലു വസ്റബു, തിന്നോളി, കുടിച്ചോളി, കൊടുത്തോളി, വലാ തുസ്രിഫു, ഓവറാകരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് ചെയ്യുന്ന ആളുകളെ പടച്ചവന് ഇഷ്ടല്ല. ഒരു കല്യാണം കഴിഞ്ഞാല് അള്ളാഹ്ക്ക് ഇഷ്ടല്ലാതെ ഓവറായി അവിടെ ഒന്നാക്കുള്ള വർഷം മതി. ആളുകളെ പറയിപ്പിക്കാൻ കൊഞ്ഞത്തിന്റെ, അഹങ്കാരത്തിന്റെ, വമ്പിന്റെ, അവിടെ കൂടിയ എണ്ണത്തിന്റെ കണക്കുകൾ പറഞ്ഞ് അള്ളാന്റെ കോർട്ടിക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കല്യാണവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പടച്ച തമ്പുരാൻ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും